Welcome to Testing Buddy YouTube channel. For more technical videos, please subscribe our channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്നാണ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. മുമ്പത്തെ വീഡിയോയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തേഡ്സ് എന്നുള്ള വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് ടെസ്റ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ബോക്സ് ഉണ്ട്, വൈറ്റ് ബോക്സ് ഉണ്ട്, ഗ്രേ ബോക്സ് ഉണ്ടെന്ന്. നമ്മളിപ്പോൾ ബ്ലാക്ക് ബോക്സ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ അത് നോക്കാം. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഈസ് മെയിൻലി ഫോക്കസ് ഓൺ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ആൻഡ് സ്പെസിഫിക്കേഷൻ. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട്, ഒരു ആപ്ലിക്കേഷന് ഇൻപുട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ടും എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്യണം. ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടാണ് വരുന്നതെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കണേന്നോ, അതിൻ്റെ വർക്കിംഗ് എന്താണോ, ഇന്റേണൽ ആർക്കിടെക്ചർ എന്താണോ, ഡിസൈൻ എന്താണോ, കോഡിങ്ങിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ആപ്ലിക്കേഷൻ്റെ ബിഹേവിയർ അനുസരിച്ച് എന്താണോ ഔട്ട്പുട്ട് വരേണ്ടത് അതാണോ വരുന്നത് നോക്കണം. അങ്ങനെ സിമ്പിളായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിന് ഓൾറെഡി വേറെ പേരുകളും പറയും. വേറെ പറയുന്ന പേരുകളാണ് എന്ത്, ബിഹേവിയറൽ ടെസ്റ്റിംഗ് പറയും. എന്താ കാരണം, ഒരു ആപ്ലിക്കേഷൻ്റെ ബിഹേവിയർ ആണ് നമ്മൾ നോക്കുന്നത്, സ്വഭാവം. ഇൻപുട്ട് എന്ത് കൊടുക്കുമ്പോൾ, സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, അത് വരുന്നുണ്ടോ നോക്കും. ഇപ്പോൾ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ 4 എന്ന് കൊടുത്താൽ എന്ത് വരണം, 16 എന്ന് ഉത്തരം വരണം. അത് മാത്രം നോക്കണം. അത് 4 കൊടുക്കുമ്പോൾ 16 വരുന്നുണ്ടോ, 2 കൊടുക്കുമ്പോൾ 4 വരുന്നുണ്ടോ മാത്രം നോക്കണം. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ സ്ക്വയർ വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയില്ല. അതുപോലെയാണ് വേറൊരു പേരാണ് എന്താണ്, ക്ലോസ്ഡ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയും. കാരണം എന്താ, അതൊരു ക്ലോസ്ഡ് ബോക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണേ, ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് എന്താ നടക്കണേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ പറയുന്നവരാണ് I2I ടെസ്റ്റിംഗ്. നമ്മൾ വെറുതെ നോക്കുകയാണ്, ഇൻപുട്ട് ഇന്നത് കൊടുക്കുമ്പോൾ എന്താണ് കാണുന്നത് ഔട്ട്പുട്ട്, അതാണ് I2I ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഇമേജ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഒരു ഇമേജിൽ നമുക്ക് മനസ്സിലാവും, ഒരു ടെസ്റ്റ് ഡാറ്റ ഇൻപുട്ട് കൊടുക്കുകയാണ്, എന്താണ് ഒരു ബ്ലാക്ക് ബോക്സ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ഉള്ളിൽ എന്താ നടക്കണമെന്ന് നമുക്കറിയില്ല. ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, എന്താണ് ഔട്ട്പുട്ട് വരേണ്ടതെന്ന് നമ്മൾ നോക്കുന്നു. അത് കറക്റ്റ് ആണെങ്കിൽ ആ ടെസ്റ്റ് പാസ്സായി അല്ലെങ്കിൽ ഫെയിലായി. അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറിനെ കുറിച്ചോ, എന്താണ് അതിൻ്റെ വർക്കിംഗോ, അതിൻ്റെ ഉള്ളിൽ എന്ത് പ്രോഗ്രാമിംഗ് ആണ് എഴുതി വെച്ചിരിക്കുന്നതെന്നോ, എന്താണ് അതിൻ്റെ കോഡെന്നോ, എന്താണ് അതിൻ്റെ ഡിസൈനോ, എന്താണ് അതിൻ്റെ ഇന്റേണൽ ആർക്കിടെക്ചറെന്നോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സിംപിളി ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് നമ്മൾ ഉദ്ദേശിച്ചാണോ വരുന്നതെന്ന് നോക്കുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. കോഡിംഗ് നോളജ് ഇല്ലാത്തവർക്കും, പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലാത്തവർക്കും, ഈ ആപ്ലിക്കേഷൻ്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്കും, ഇതിൻ്റെ വർക്കിംഗ് മാത്രം അറിഞ്ഞാൽ മതി. സ്പെസിഫിക്കേഷൻ, ഇതെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ബേസിക് ആയിട്ട് അറിയുന്ന ആൾക്ക് നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും, വാട്സാപ്പ് വരെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിൻ്റെ ഉള്ളിൽ വർക്കിംഗ് ഒന്നും അറിയണ്ട. നമ്മളൊരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ മെസ്സേജ് ഡെലിവേർഡ് ആവുന്നുണ്ടോ നോക്കുക, ഒരു ഡെലിവറായ മെസ്സേജ് ബ്ലൂ ടിക്ക് വരുന്നുണ്ടോ നോക്കുക. സിമ്പിളി അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊന്നും അറിയേണ്ട കാര്യമില്ല. ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഇവിടുന്ന് നെറ്റ് കണക്ഷൻ ഒക്കെ പോകുന്നുണ്ടോ, സിമ്പിളി അങ്ങനെ നോക്കണേ തന്നെ നമ്മൾ എന്താ പറയുക, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. ഒരു ജിമെയിൽ ആണെങ്കിൽ ഒരു ജിമെയിൽ തുറന്നിട്ട് യൂസർ നെയിം പാസ്വേഡും കൊടുക്കുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. തെറ്റായ പാസ്വേഡാണ് കൊടുക്കണമെങ്കിൽ റോങ് പാസ്വേഡ് എന്നുള്ള മെസ്സേജ് വരുന്നുണ്ടോ നോക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുക. അതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചറോ അതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് ഡെപ്തിൽ ഒരു നോളജും നമുക്കിതിൽ ആവശ്യമില്ല. നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ലോഗിൻ പേജ് ഉണ്ട്. നമുക്കിത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതിയ കോഡിനെ കുറിച്ചോ ഇതിൻ്റെ ആൽഗോരിതം ഒന്നും അറിയണ്ട. നമുക്ക് സിമ്പിളി ഒരു ലോഗിൻ പേജ് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള കോമൺ നോളജ് മതി. എന്താണ്, ഒരു യൂസർ നെയിം കറക്റ്റായിട്ട് കൊടുക്കണം. എന്താണ്, ടോം സ്മിത്ത് എന്നുള്ള യൂസർ നെയിം കൊടുക്കുമ്പോൾ പാസ്വേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായ പാസ്വേഡ്. അത് കൊടുക്കുകയാണെങ്കിൽ എന്ത് വേണം, അത് കൊടുക്കുകയാണെങ്കിൽ ലോഗിൻ ആവണം. അപ്പം നമ്മൾ തെറ്റിച്ചിട്ട് പാസ്വേഡ് കൊടുക്കുകയാണ് 1 2 3. അങ്ങനെയാണെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ എന്താവും, ലോഗിൻ ആവില്ല. ഇങ്ങനെ പറയണം. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ എത്ര നോളജ് മതി. ഇതിനാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് തെറ്റായ പാസ്വേഡ് കൊടുത്താൽ ലോഗിൻ ആവരുത്. ശരിയായ പാസ്വേഡ് കൊടുത്താൽ എന്താണ്, ഇത് ശരിയായ പാസ്വേഡ് നമ്മൾ കൊടുക്കുകയാണ്. ശരിയായ പാസ്വേഡ് കൊടുക്കുമ്പോൾ എന്താണ്, ലോഗിൻ ആവണം. ഇത്രയേ ഉള്ളൂ, ലോഗിനായി. ഇത്രയും നോളജ് മതി നമുക്ക് എന്ത് ചെയ്യാൻ, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യാൻ. ഈ ലോഗ് ഔട്ട് ക്ലിക്ക് ചെയ്താൽ തിരിച്ച് ലോഗിൻ പേജിലേക്ക് തന്നെ എത്തണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇതൊക്കെ ഉണ്ടാവുന്ന നോക്കണതിനാണ് നമ്മൾ പറയുന്നത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് പറഞ്ഞത്. ഇതിൻ്റെ പിന്നിലുള്ള പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആവണ്ട. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയ മനസ്സിലായെന്ന് കരുതുന്നു. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യാൻ നമുക്ക്
കോഡിങ്ങിലേക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് ഒരു ആക്സസിൻ്റെ ആവശ്യമില്ല. ഡാറ്റാബേസിലേക്ക് അത്ര കാര്യമായ ആക്സസുകൾ വേണ്ട. വളരെ ബേസിക് ആയിട്ട് മേലെ ടോപ്പ് ഓഫ് ദ ആപ്ലിക്കേഷൻ നമുക്ക് ബേസിക് നോളജ് ഉണ്ടായാൽ മതി. അതിൻ്റെ SRS സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.